കർക്കിടകത്തിലെ തിരുവോണമായ ഇന്ന് മലയാളികൾ പിള്ളേരോണം ആഘോഷിച്ചു. ചിങ്ങത്തിലെ തിരുവോണം എല്ലാവരുടെയും ഓണമാണെങ്കിൽ കർക്കിടകത്തിലെ തിരുവോണം പിള്ളേർക്ക് വേണ്ടി മാത്രമുള്ളതാണ്. തിരുവോണത്തിന്റെ അത്ര പ്രാധാന്യം ഇല്ലെങ്കിലും കുട്ടികളെ സ്നേഹിക്കുന്നവർക്ക് പിള്ളേരോണവും പ്രധാനമാണ്. തൂശനിലയിട്ട് തുമ്പപ്പൂ ചോറ് വിളമ്പുന്ന അസൽ സദ്യയടക്കം എല്ലാം ഉണ്ടാവും. ഊഞ്ഞാലുകെട്ടലും പലതരം കളികളും ഒക്കെയായി പിള്ളേരും ഉഷാറാവും. അവരുടെ ഓണക്കാലം അന്നു മുതൽ തുടങ്ങും. പിള്ളേരോണത്തിന്റെ സദ്യയുടെ ഇല മടക്കി കഴിഞ്ഞാൽ പിന്നെ അന്നു മുതൽ പൊന്നോണത്തിന് വേണ്ടിയുള്ള ഒരുക്കങ്ങൾ തുടങ്ങുകയായി. പിള്ളേരോണത്തിന്റെ മാറ്റൊക്കെ ഇന്ന് ഇല്ലാതെയായി. കളികളും ആർപ്പുവിളികളും സദ്യവട്ടവും ഒക്കെയായി വന്നു പോകുമായിരുന്ന പിള്ളേരോണം ഇന്നത്തെ കുട്ടികളുടെ വലിയ നഷ്ടമാണ്. തിരുവോണത്തിന് 28 ദിവസം മുൻപുള്ള പിള്ളേരോണവും 28 ദിവസത്തിന് ശേഷമുള്ള 28ാം ഓണവുമൊക്കെ മലയാളിക്ക് ഒരു കാലത്ത് ആഘോഷമായിരുന്നു. പിള്ളേരോണമായ കർക്കിടകത്തിലെ തിരുവോണം ദിവസം തന്നെയാണ് ആവണി അവിട്ടവും. ഈ ദിവസമാണ് ആചാരവിധി പ്രകാരം ബ്രാഹ്മണർ പൂണൂൽ മാറ്റുന്നത്. വാമന പ്രതിഷ്ഠയുള്ള തൃക്കാക്കര ക്ഷേത്രത്തിലെ ഓണാഘോഷങ്ങൾ കർക്കിടകത്തിലെ തിരുവോണത്തിലാണ് തുടങ്ങിയിരുന്നത്. അതിനാൽ ഈ ദിവസത്തിന് പ്രാധാന്യം വന്നുവെന്നും പറയപ്പെടുന്നു. കാലത്തിനൊപ്പം മാറിയെങ്കിലും ഓണക്കാലം മലയാളിക്ക് ഗൃഹാതുരത്വം ഊർന്ന ഓർമ്മകളും അത് പകരുന്ന സന്തോഷവും വേറെ ഒന്ന് തന്നെയാണ്. ന്യൂസ് ബ്യൂറോ, പൊൻകുന്നം.